എനിക്കൊന്ന് രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കറുത്ത ആളുകളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കറുപ്പിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ ശാരദാ മുരളീധരനെ പോലെ ഇത്രയും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ പറയുകയെങ്കിൽ നമ്മുടെ മലയാളത്തിലെ കുറച്ച് പേർക്കെങ്കിലും എന്തുമാത്രം അഗ്ലി ആയിട്ടുള്ള മനസ്സുമായിട്ടാണ് നടക്കുന്നതെന്നാണ് അതിന്നത്. എല്ലാവരും മനുഷ്യരല്ലേ, അപ്പോൾ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. നിറത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്, ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ തൃപ്തിപ്പെട്ട് സന്തോഷിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ നൂറ്റാണ്ടിലും ഈ കറുപ്പ് വെളുപ്പ് എന്നിങ്ങനെയൊക്കെ കാണുന്നവരോട് എന്താ പറയാനുള്ളത്? ഒരു കളർ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കളർ വെച്ചിട്ട് ഒരാളെ വേർതിരിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും ഒരുപോലെയല്ലേ, കാഴ്ചയിൽ നമ്മൾ വെവ്വേറെയാണെന്നും പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ക്യാരക്ടറല്ലേ നോക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു കാലത്തും ഈ കറുപ്പ് വെളുപ്പ് എന്നിങ്ങനെ വേർതിരിച്ച് കാണുന്നവരോട് എന്താ പറയാനുള്ളത്? അത് ശുദ്ധ അസംബന്ധമാണ്. ഇത് മനസ്സിന് ബാധിച്ചിരിക്കുന്ന ഒരു തരം കുഷ്ഠമാണ്. അത് എളുപ്പം മാറ്റാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെ മനോഭാവത്തിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ ഈ മനസ്സിന് ആന്തരിക സൗന്ദര്യമുള്ളവർക്ക് ഇതൊന്നും അങ്ങനെ തോന്നില്ല. കറുപ്പിനും നല്ല അഴകുണ്ട്. പിന്നെ എന്തു പറയാൻ, എനിക്കൊന്ന് രണ്ട് ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതെല്ലാം കറുത്ത ആളുകളായിരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ കറുപ്പിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ ശാരദാ മുരളീധരനെ പോലെ ഇത്രയും ഉന്നതങ്ങളിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ ഇങ്ങനെ പറയുകയെങ്കിൽ നമ്മുടെ മലയാളത്തിലെ കുറച്ച് പേർക്കെങ്കിലും എന്തുമാത്രം അഗ്ലി ആയിട്ടുള്ള മനസ്സുമായിട്ടാണ് നടക്കുന്നതെന്നാണ് അതിന്നത്. നമ്മളൊക്കെ ഇതിന് പക്കാ എതിരാണ്. തെളിവ് തന്നെയാണ് അത് എതിര് തന്നെയാണ്. ഇതിനെ ഒരിക്കലും വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല. ഇതിനെതിരെ ശക്തിയായിട്ട് പ്രതികരിക്കണം. അതാണ് ഇന്നത്തെ ഒരു തലമുറയില്ലേ, എൻ്റെ ഗേൾ ഫ്രണ്ടിന് നല്ല നിറം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ട്. കുഞ്ഞ് ജനിച്ച ഉടനെ ചോദിക്കും അമ്മേനെ പോലെ നിറമുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? അവരങ്ങനെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? അത് വെളുപ്പിനെ നോക്കി ഒരു കാര്യമില്ല. കാരണം ഇത് നിങ്ങൾക്ക് എത്ര ആളുകളാണെങ്കിലും ക്ലിയോപാട്ര വെളുപ്പിട്ടുണ്ട് ആയിരുന്നു. വിശ്വസുന്ദരി എന്ന് പറയുന്ന ക്ലിയോപാട്ര വെളുപ്പായിരുന്നു. ആ വെളുപ്പിലല്ല കാര്യം. ഈ ചില സുന്ദരികളെന്ന് നമ്മളിവിടെ കാണുന്ന പല സ്ത്രീകളും, നമ്മളിപ്പോൾ സെലിബ്രിറ്റീസിനെ വെച്ചോ, സുന്ദരികളെന്ന് നമ്മൾ വിചാരിക്കുന്ന പല സ്ത്രീകളും അവർ കറുത്തിരുന്ന എങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ലുക്കേ കാണില്ല. അപ്പോൾ ഈ കറുത്തിലല്ല കാരണം, തൊലിയിലല്ല കാരണം, അത് ആന്തരിക സൗന്ദര്യമാണ് സൗന്ദര്യം. ഒരാളുടെ വ്യക്തിത്വവും പേഴ്സണാലിറ്റിയാണ് സൗന്ദര്യം. അതല്ലാതെ കറുപ്പും വെളുപ്പും കൊണ്ട് ഈ ആധുനിക ലോകത്ത് കൊണ്ട് നടക്കുന്നവർ ഈ ഇന്നത്തെ സമൂഹത്തിന് യോജിച്ചവരല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. യോജിച്ചവരല്ല. കാരണം അത്രയും ദുഷിച്ച മനസ്സുമായിട്ട് നടക്കുന്നവരെ കുറിച്ച് നമുക്കെന്ത് പറയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു വിഷയമുണ്ട്. നമ്മളെ ഈ കേരളത്തിൽ മോശമായ ഒരുപാട് നമ്മൾ വേണ്ടാന്ന് വെച്ച് തള്ളിക്കളഞ്ഞ പല ചിന്താഗതികളും ഇപ്പോൾ ഇങ്ങോട്ട് പൊങ്ങി വന്നിരിക്കുകയാണ്. മനസ്സിലായോ? പലതും. അത് നമ്മൾ മലയാളികൾ ഇത്രയും മേളിലോട്ട് എത്തിയെന്ന് പറഞ്ഞിട്ടും ഇത്തരം ചിന്താഗതികൾ ഇവരുടെ മനസ്സിൽ എങ്ങനെ കയറി വരുന്നതെന്ന് എനിക്കറിയില്ല. ഈ സാക്ഷരത ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ഒരു വിവരമില്ലാത്ത രീതിയിലാണ് കയറി വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എൻ്റെ അടുത്ത് പറയാമല്ലോ, എൻ്റെ അടുത്ത്, അതായത് എൻ്റെ ഏജ് ഗ്രൂപ്പിൽ പെടുന്ന നമ്മൾ സവർണർ എന്ന് ഞാൻ പറയില്ല, നമ്മൾ സവർണർ എന്ന് വിളിക്കുന്ന ആളുകളുടെ പേരിൻ്റെ കൂടെ ഒരു വാല്യൂ ഇല്ലായിരുന്നു. എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ജാതിയിൽ കൂടിയതെന്ന് അവർ പറയുന്ന, അല്ലെങ്കിൽ സമൂഹം പറയുന്ന, ഞാൻ പറയുന്നില്ല, സമൂഹം പറയുന്ന ആളുകളുടെ വാലൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു +2 അധ്യാപകനുണ്ട്. അയാളുടെ പേര് ശ്രീകുമാർ എന്ന്. അയാൾ ഒരു ജാതിയിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഭാഗമായ ആളാണ്. അയാളുടെ പേര് ശ്രീകുമാർ. അയാൾക്ക് ഒരു വാല്യൂ ഇല്ലായിരുന്നു. അയാളുടെ ഭാര്യയ്ക്കും വാലില്ലായിരുന്നു. ഇപ്പോൾ ഒരു കല്യാണ ലെറ്റർ അടിച്ചുകൊണ്ട് വന്നു. അതിൽ മോൻ്റെ പേര് തേജസ് വാര്യർ, മോളുടെ പേര് സ്നേഹ വാര്യർ. മനസ്സിലായില്ലേ? അപ്പോൾ സമൂഹത്തിൻ്റെ ചേഞ്ച് അതിപ്പോൾ ഒരു 10 വർഷത്തിനിപ്പുറം വന്ന ഒരു ചേഞ്ചാണ് ഈ പറയുന്നത്. കാരണം അതും കൂടെ കൂട്ടിച്ചേർത്ത് പറയുന്ന ഒരു അഭിമാനമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൃത്തികെട്ട പരിപാടിയാണ്. സ്വന്തം ആദിപ്പേരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പാക്കിൽ എഴുതി വെച്ചുകൊണ്ട് നടക്കണ എന്നെപ്പോലെ ഒരാളിന് ഒരിക്കലും പറ്റില്ല. കാരണം അത് ഒരു കാര്യമില്ല. അല്ല, അങ്ങനെ എഴുതാൻ പാടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചരട് കെട്ടില്ല. കാരണം എൻ്റെ പേഴ്സണാലിറ്റിക്ക് അത് ഒട്ടും യോജിച്ചതല്ല. കാരണം കെട്ടണ ഒരു മോശം പ്രവണത എന്നാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചേക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ കെട്ടിക്കൊണ്ട് കിടക്കുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ സമൂഹം ഇപ്പോൾ ഒരു 10 വർഷത്തിന് ഇപ്പുറത്തോട്ട് ഒരുപാട് മാറി. നമ്മളെ കേരളത്തിൽ തന്നെ ഈ പ്രവണത ഒരുപാട് കൂടി വരുന്നു. ഈ പിന്നെ ജാതി പേര് ബാക്കിൽ വയ്ക്കുന്നത് ഒരു ഫാഷനായിട്ട് മാറുന്നു. അങ്ങനെ മൊത്തത്തിലൊരു മാറ്റം വന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് ശാരദാ മുരളീധരൻ. ശാരദാ മുരളീധരനെ പോലെ ഇത്രയും ഉന്നതങ്ങളിൽ അല്ലെങ്കിൽ നല്ല ടോപ്പിൽ നിൽക്കുന്ന ഒരാളെക്കുറിച്ച് പോലും ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരുടെ കാര്യം എന്താവും?
അതേ പറയാം, അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ജീർണതയെക്കുറിച്ചാണ് കാണിക്കുന്നത്. നമ്മൾ ഇത്രയും കേരളം എന്ന് പറയുമ്പം നമ്മൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും എല്ലാ ലെവലിലും മുകളിൽ നിൽക്കുന്നതാണ് നമ്മുടെ വെയ്പ്പ്. പക്ഷേ അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. അവിടെ ഇപ്പം തന്നെ ഇതാ ഒരു സിനിമ ഇറങ്ങിയല്ലോ, അതിനെക്കുറിച്ച് എന്തെല്ലാം ആവശ്യമില്ല. ഒരു കലയായിട്ട് എടുത്താൽ പോരെ, എന്തിനാണ് അതിൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ പരിശോധിക്കേണ്ട ഒരു ആവശ്യം? ഒരു കാര്യം എന്തെല്ലാം ഇപ്പോൾ ഈ നമ്മളെ നിർമ്മാല്യത്തിലൊക്കെ മറ്റേ വിഗ്രഹത്തിലോട്ട് കാർക്കിച്ച് തുപ്പുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഒരു മനുഷ്യൻ അത് കലയായിട്ട് എടുത്തു, അത് ആ രീതിയിൽ ഉൾക്കൊണ്ടു. ഇന്നാണെങ്കിൽ എന്ത് സംഭവിക്കുക? അതാണ് നമ്മുടെ സമൂഹത്തിൻ്റെയും ഇപ്പോഴത്തെ ചേഞ്ച്. അപ്പോൾ ഇതിലിതാ ചെറിയൊരു കാര്യങ്ങളെ വന്നുള്ളൂ, അപ്പം തന്നെ കാര്യങ്ങളങ്ങ് മാറി. പിന്നെ ഞാൻ കൂടുതൽ പറഞ്ഞ രാഷ്ട്രീയമായിപ്പോൾ, അതുകൊണ്ട് അങ്ങോട്ട് കയറുന്നില്ല. വേർതിരിച്ച് കാണേണ്ടതില്ല. കാരണം എല്ലാവരും മനുഷ്യരല്ലേ, അപ്പോൾ വേർതിരിച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നിറത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യാൻ ആവശ്യമൊന്നുമില്ല. നിറത്തിന്റെ പേരിലല്ലോ ആരെയും ജഡ്ജ് ചെയ്യണ്ടേ? അതെ, ഡോണ്ട് ജസ്റ്റ് ബുക്ക് ബൈക്സ് ഒക്കെ പറഞ്ഞാണല്ലോ. അപ്പോൾ ആരെയും നിറം കണ്ടിട്ട് അവർ ജഡ്ജ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ എല്ലാവരുടെയും അറിഞ്ഞിട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പം നിനക്കിപ്പോൾ ഒരു കല്യാണം ആകുമ്പോഴില്ലേ, നീ ഇപ്പം കുട്ടി നിറമുണ്ടോ സ്വാഭാവികമായിട്ട് നോക്കത്തില്ലേ? ഇപ്പോൾ ഒരു കല്യാണ ആലോചന വരുമ്പോൾ കുട്ടി നിറമുണ്ടെന്നൊക്കെ ചോദിക്കത്തില്ലേ? അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന തലമുറയോട് എന്താ പറയാനുള്ളത്? അങ്ങനെയൊക്കെ എന്താ നോക്കുന്നത്? അങ്ങനെ നോക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ നോക്കുന്നത് തന്നെ തെറ്റാണ്. നമ്മളെ പിള്ളേരെ നമ്മൾ തന്നെ നോക്കണം. കറുപ്പ് വെളുപ്പ് എന്നൊക്കെ വേർതിരിച്ച് കാണുന്നവരോട് എന്താ പറയാനുള്ളത്? നമ്മൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്, ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ തൃപ്തിപ്പെട്ട് സന്തോഷിക്കുക. അല്ലാതെ എനിക്ക് കളർ കുറവ്, എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചാൽ നമ്മളെല്ലാവരും അവോയ്ഡ് ചെയ്യും. അതാണ് ഞാൻ പറയുന്നത്. ചിലരിപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്തായിരുന്നാലും കുട്ടിക്ക് നിറം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനായിരുന്നാലും അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം ആ ഒരു കാഴ്ചപ്പാട് മാറണം, മാറ്റിയേ പറ്റൂ. ഇങ്ങനെയുള്ള സംസാരം നിർത്തണം. ആരും അങ്ങനെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ശരിക്കും ലുക്കിലല്ലേ? അതെ, നമ്മുടെ മനസ്സാണ് നോക്കേണ്ടത്. ഒരു ആത്മാർത്ഥതയോടെ സംസാരിക്കുക, സഹകരിക്കുക, അവരുമായിട്ട് എൻഗേജ് ചെയ്യുക, അതൊക്കെയാണ് വേണ്ടിയത് നമുക്ക്. അതിലൊക്കെ ഒരു മാറ്റം വരണം. അതെ, മാറ്റം വരണം. കറുപ്പ് വെളുപ്പ് എന്നൊക്കെ കാണുന്നവരെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ നിറത്തിലല്ലല്ലോ, അവരുടെ ഓരോരുത്തരുടെ കഴിവിലല്ലേ. ഇപ്പോൾ കറുത്ത കുട്ടിയാണെങ്കിലും വെളുത്ത കുട്ടിയാണെങ്കിലും ഇപ്പം ഞാൻ നോക്കുന്നത് കുട്ടിയുടെ കഴിവാണ്. അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക, അവർക്ക് ഏതാണ് കഴിവ്, അവരേത് നിലയിൽ എത്തിച്ചേരും എന്നുള്ള അതിന് പ്രോത്സാഹനം കൊടുത്ത് ഓരോ കുട്ടികളെ വളർത്തുക എന്നുള്ളതാണ്. അതല്ലാതെ കറുപ്പ് വെളുപ്പെന്നുള്ള ഇപ്പോഴത്തെ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, ആ ഒരു ചിന്താഗതി. ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മളിപ്പോൾ കേട്ടത്. കറുപ്പിന് 7 എഴുത്താണെന്ന് പറയുമ്പോഴും ഇന്നും ഈ കറുപ്പ് വെളുപ്പ് എന്നിങ്ങനെ വേർതിരിച്ച് കാണുന്നുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ യുവതലമുറയോട് കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമില്ലെന്നും ഒരാളുടെ നിറമല്ല അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ സ്വഭാവമാണ് നോക്കേണ്ടതെന്നാണ് ഇന്നത്തെ യുവതലമുറ പറയുന്നത്. എന്തായാലും എല്ലാവരുടെയും കാഴ്ചപ്പാട് മാറട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. ക്യാമറമാൻ കിരണിനോടൊപ്പം അതില്യരാജ്, തനിനിറം ന്യൂസ്.